ഇവിടെ ശ്രീ ചെല്ലപ്പൻ ചെട്ടിയാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു. അത് ഇതാണ്: മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിലുള്ള ഉറച്ച വിശ്വാസവും തൊഴിലാളി വർഗക്കൂറും. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മുടെ ഈ DNA-യിലുള്ളൊരു പ്രശ്നമാണ്. ഈ ലെനിൻ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം, അതിങ്ങനെയാണ്: whenever an idea grips you, that will become a material force. നിങ്ങളെ ഒരു പ്രത്യയശാസ്ത്രം ഗ്രസിച്ചാൽ ആ പ്രത്യയശാസ്ത്രം നിങ്ങളിൽ ഒരു ഭൗതിക ശക്തിയായി മാറും എന്ന് പറയും. അങ്ങനെ ഒരു ആശയം നമ്മെ ഗ്രസിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൗതിക ശക്തിയായി മാറിയാൽ പിന്നെ നമുക്ക് ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മോചനമില്ല. ഞങ്ങൾ ഈ ക്രൈസ്തവരുടെ ബൈബിളിൽ പറയും വചനം മാംസമായി എന്നൊക്കെ പറയും. വചനം മാംസമാവുന്നത് പോലെയാണ്. അതായത് നമ്മളൊരു ആശയം ഗ്രസിച്ചു കഴിഞ്ഞാൽ അത് നാമായി മാറും, അത് നമ്മുടെ ഒരു പാഷനായി മാറും. അങ്ങനെ ഒരു പാഷനായി നമ്മെ നയിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ തലനരച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. കാരണം അവർ നയിക്കപ്പെടുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം അവരെ വിട്ടുപോവില്ല. കാരണം അത് നമ്മളെ പിടിച്ചു കഴിഞ്ഞു. ഈ വിക്രമാദിത്യൻ്റെ തോളിൽ ഈ ഭൂതം വേതാളം പിടിച്ചതുപോലെ പോവില്ല. എത്ര നമ്മൾ ഇറക്കി വിട്ടാലും പോവില്ല, തിരിച്ച് വീണ്ടും അതിശക്തിയായി തിരിച്ചു വരും എന്ന് പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ആഴത്തിലുള്ള അവബോധം മനുഷ്യരിൽ ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്തിനാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരു പുസ്തകം, ഒന്നാം ലോക മഹായുദ്ധകാലത്ത് എഴുതിയ ഒരു പുസ്തകം, ഈ 2026 110 വർഷം തികയാൻ പോകുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ വ്യക്തി ശ്രീ ലെനിൻ. ആ പുസ്തകത്തിൻ്റെ പേര് മുതലാളിത്തത്തിൻ്റെ ഉന്നതമായ ഘട്ടം എന്നാണ്. ഇംപീരിയലിസം, ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ മനോഹരമായി ഇന്നത്തെ അവസ്ഥ പറയുന്നുണ്ട്. ഒന്നാം ലോക മഹായുദ്ധം എന്തുകൊണ്ടുണ്ടായി എന്ന് വിശദീകരിക്കുമ്പോൾ 1916 അദ്ദേഹം ആ പുസ്തകം എഴുതി 17 പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ 1916 അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം പ്രവചിച്ചു. ഒരേ ഒരാളാണ് രണ്ടാം ലോക മഹായുദ്ധം പ്രവചിച്ചത്, അത് ലെനിനാണ്. ലെനിൻ എങ്ങനെ പ്രവചിക്കാൻ കഴിഞ്ഞു? ലെനിൻ പ്രവചിച്ചത് ഈ മുതലാളിത്തം, അതിനുള്ളിലുള്ള വൈരുദ്ധ്യങ്ങൾ, മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ, കിടമത്സരങ്ങൾ, അത് യുദ്ധത്തിലേക്ക് നയിക്കും. ജർമ്മനി ഒരു ഭാഗത്തും ജപ്പാൻ ഒരു ഭാഗത്തും ഉണ്ടാകും, ശത്രുപക്ഷത്തുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഈ പുസ്തകത്തിൽ, ഈ ഇംപീരിയലിസം ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിൽ 1916 എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു? അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് ഈ പ്രശ്നങ്ങളെ മാർക്സിയൻ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അതിൽ വന്നത്. ആ നിഗമനത്തിൽ ഇപ്പോഴും ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അതിന് അദ്ദേഹം ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകവും പറയുന്നുണ്ട്. ഈ ഞങ്ങളെല്ലാവരും ഈ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൽ പറയും, പീസ് ഈസ് പോസ് ബിറ്റ്വീൻ വാർസ് എന്ന് പറയും. ഈ സമാധാനം എന്നത് 2 യുദ്ധങ്ങൾക്കിടയിലുള്ള ഒരു ഇടവേള മാത്രമാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. അതായത് യുദ്ധമാണ് വാസ്തവത്തിൽ ഒരു യാഥാർത്ഥ്യം. കാരണം ഈ യുദ്ധത്തിലൂടെ മാത്രമേ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയൂ. അങ്ങനെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ എപ്രകാരം സംരക്ഷിക്കപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില യുദ്ധങ്ങൾ നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടക്കുന്നു. നമുക്കറിയാം, 3 വർഷത്തിലേറെയായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയ ഹമാസ് ആക്രമണത്തോടെ തുടങ്ങിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം 20 മാസത്തിലേറെയായി ഇപ്പോഴും തുടരുന്നു. അത് വെറും യുദ്ധമല്ല, അത് വംശഹത്യയായി മാറിയിരിക്കുന്നു. അത്രയും ഗംഭീരമായി, അത്രയും നീചമായും ക്രൂരമായും ഒരു വലിയ വംശഹത്യ നടന്നിട്ടും ലോകം ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. കാരണം എന്താ? യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സാമ്രാജ്യത്വ ശക്തിയുണ്ട്. അതുകൊണ്ട് നിരന്തരമായി, അതായത് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനതയെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുന്ന, അതായത് കെണിവെച്ച് ജനങ്ങളെ പിടിക്കുന്ന രീതിയിൽ, ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ GHF
എന്ന് പറയുന്ന പുതിയ ഒരു ഭക്ഷണ വിതരണ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ആളുകളെ വിളിക്കുകയും അവിടെ എത്തുന്നവരെ നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം നമ്മുടെ ലോകത്തുണ്ട്. ആ ഭരണകൂടത്തിനെതിരായി നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വംശഹത്യ എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ICC ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഉൾപ്പെടെയുള്ള ലോകത്തിലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനകളും പറയുകയാണ് ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ വല്ല ഉപരോധവുമുണ്ടോ? സാമ്പത്തിക ഉപരോധമുണ്ടോ? സൈനിക ഉപരോധമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധമില്ല. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ. ഒരു ന്യൂ നോർമൽ എന്ന് പറയുന്ന, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പുതിയ ഒരു സാമാന്യ സംഭവമായി ഇതെല്ലാം മാറിക്കുന്നു. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. ഈ KT മുഹമ്മദ് എഴുതിയ ഒരു നാടകമുണ്ട്, സൃഷ്ടി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഈ നിയമം ഒരു ചിലന്തി വല പോലെയാണ്. ചെറിയ ചെറിയ പ്രാണികൾ ഈ വലയിൽ വീണാൽ ചിലന്തി അതിനെ പിടിക്കും. എന്നാൽ വലിയ പ്രാണി, വലിയ ജീവി അതിൽ വീണാൽ ചിലന്തി വല തന്നെ പൊട്ടിപ്പോകും എന്ന് പറയും. ഈ അന്തർദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്രകാരമാണ്. അതായത് വലിയ രാജ്യങ്ങൾക്ക് അന്തർദേശീയ നിയമങ്ങൾ ബാധകമല്ല. നമ്മൾ നോക്കൂ, ലോകത്ത് ഏറ്റവും അധികം അന്തർദേശീയ നിയമങ്ങളെ ലംഘിച്ചിട്ടുള്ള ഏത് രാജ്യമാണ് ലോകത്തുള്ളത്? അമേരിക്കയാണ്. ലോകത്തെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ആണവ ആയുധത്തെക്കുറിച്ചാണ് പറയുന്നത്. ആണവായുധം ആദ്യം ഉപയോഗിച്ചതാരാ? ജപ്പാൻ ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങി കഴിഞ്ഞു എന്ന് ഉറപ്പായ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ട്രൂമാൻ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആണവ ബോംബ് ഉപയോഗിച്ചത്? ആ ആണവ ബോംബ് ഉപയോഗിച്ചത് ജപ്പാനിലെ ജനങ്ങളെ കൊല്ലുക മാത്രമായിരുന്നില്ല ലക്ഷ്യം, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ പദ്ധതി കൂടി അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് മുതൽ അങ്ങനെ ആരംഭിച്ച ഒരു പ്രതിഭാസമാണ് വാസ്തവത്തിൽ ആണവ മത്സരം എന്ന് പറയുന്ന മത്സരം. അപ്പൊ ആ തരത്തിൽ ഈ അന്തർദേശീയ തലത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും ഇന്നത്തെ ഉത്തരവാദിയായി, പ്രഭവ കേന്ദ്രമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ 1-2 യുദ്ധങ്ങളിലൂടെ വളരെ ചെറുതായിട്ടൊന്ന് പോയാൽ മനസ്സിലാക്കാൻ പറ്റും. റഷ്യ യുക്രൈൻ യുദ്ധം എന്താ എൻ്റെ കാര്യം? നമ്മൾ പറയുന്നത് റഷ്യയിലെ പുടിൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിർത്തി വിപുലീകരിക്കുന്നതിന് വേണ്ടി ഈ ചെറിയ രാജ്യമായ യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നു. എന്താ യാഥാർത്ഥ്യം? അതാണോ? യാഥാർത്ഥ്യം അതല്ലല്ലോ. 1991 റഷ്യ തകർന്നപ്പോൾ അന്ന് റഷ്യയുടെ ഭരണാധികാരിയായിരുന്ന ഗോർബച്ചേവും അമേരിക്കൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ബേക്കറും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണയുണ്ട്. എന്താ ധാരണ? ആ ധാരണ എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു കാരണവശാലും ഈ റഷ്യയുടെ മേഖലയിലേക്ക്, കിഴക്കൻ യൂറോപ്പിലേക്ക് കടക്കുകയില്ല, നാറ്റോയുടെ വ്യാപനം ഞങ്ങൾ നടത്തുകയില്ല. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ആ ചർച്ചകളുടെ രേഖകളുണ്ട്. ഒരു കാരണവശാലും 1 ഇഞ്ച് പോലും, അങ്ങനെ പറഞ്ഞു, 1 ഇഞ്ച് പോലും ഞങ്ങൾ കിഴക്കൻ യൂറോപ്പിലേക്കും പിന്നെ റഷ്യയുടെ ചുറ്റുപാടിലേക്കും വരില്ല എന്ന് ജെയിംസ് ബേക്കർ നൽകിയ ഉറപ്പുണ്ട്. ആ ഉറപ്പിന് എന്ത് പറ്റി? ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ട് 1994 മുതൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ ഇവിടെ നാറ്റോയുടെ വ്യാപനം ഈ കിഴക്കൻ യൂറോപ്പിലേക്ക്, റഷ്യയുടെ അതിരിലേക്ക് വന്നുകൊണ്ട് 1994 ഈ ക്ലിന്റൺ തുടങ്ങി വെച്ച ഈ എക്സ്പാൻഷൻ പദ്ധതി, നാറ്റോ എക്സ്പാൻഷൻ പദ്ധതിക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ പിന്തുണ കൊടുത്ത, തന്ത്രപരമായ പിന്തുണ കൊടുത്ത ഒരാളാണ് സ്ബിഗ്നീവ് ബ്രസൻസ്കി എന്ന് പറയുന്ന ആള്. അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന അദ്ദേഹം 1996 ഈ പദ്ധതികളെ ന്യായീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി, ദ ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകം. ആ ഗ്രാൻഡ് ചെസ് ബോർഡിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ റഷ്യയെ ചുറ്റിവളയുകയും റഷ്യയെ കീഴടക്കുകയും ചെയ്താൽ മാത്രമേ അമേരിക്കയ്ക്ക് ലോക നേതാവ് എന്നുള്ള പദവി ലഭിക്കൂ. വളരെ രസകരമാണ്. അതിനകത്തൊരു ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, റഷ്യയെ സംബന്ധിച്ചുള്ള ചാപ്റ്റർ, വാട്ട് വിൽ റഷ്യ ഡു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, റഷ്യ ഒരിക്കലും ഈ ചൈനയുടെ കൂടെയൊന്നും പോയി നിങ്ങളെ ചെറുക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ ചുറ്റി വളഞ്ഞുകൊണ്ട് കീഴടക്കി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ലോക നേതാവായി തുടരാൻ കഴിയും. ആരും അതിനെ എതിർക്കില്ല. അതിന്റെ ഫലമാണിത്. നിരന്തരമായി 2007 മ്യൂണിച്ച് സമ്മേളനത്തിൽ പുടിൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് അപകടമാണ്. നിങ്ങൾ റഷ്യക്ക്, സോവിയറ്റ് യൂണിയൻ നൽകിയ
വാഗ്ദാന ലംഘനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നാൽ ഞങ്ങൾക്ക് ചെറുക്കേണ്ടി വരും. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ 2014 എക്സ്പാൻഷൻ വരുന്നു. അതിനുശേഷം മൈദാൻ എന്ന് പറയുന്ന ഒരു വിപ്ലവം, ഓറഞ്ച് റവല്യൂഷൻ എന്ന് പറയും. ഓറഞ്ച് റവല്യൂഷനിലൂടെ ഈ റഷ്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ നടത്തി. ഉക്രൈനിൽ വിപ്ലവം നടത്തി 2014. എന്ത് വിപ്ലവ? മൈദാൻ റവല്യൂഷൻ. മൈദാൻ റവല്യൂഷൻ ആൾക്കാർ പറയുന്നത് ജനാധിപത്യ വിപ്ലവമാണെന്നാ. ആരാ നടത്തിയത്? വിക്ടോറിയ നുലാൻഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറയുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്. അത് ചോർത്തപ്പെട്ടു. എന്താ ഫോൺ സംഭാഷണം? നമ്മൾ ഈ നടത്തിയ വിപ്ലവത്തിന്റെ ഫലമായി ഇനി ഇവിടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആവാൻ പോകുന്നവര് നമ്മൾ നിർദ്ദേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഈ യൂറോ മൈദാൻ എന്ന് പറയുന്ന ആ യുക്രൈനിൽ നടത്തിയ യാനുക്കോവിച്ച് എന്ന് പറയുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് ഈ വിപ്ലവം, പ്രതിവിപ്ലവം നടത്തി അവർക്ക് അനുകൂലമായിട്ടുള്ള ആളുകളെ അവരോധിച്ചത് അമേരിക്കയാണ്. അപ്പൊ ഈ തരത്തിൽ ഈ ലോകത്ത് നടക്കുന്ന ഈ വിപ്ലവങ്ങളും പ്രതിവിപ്ലവങ്ങളും എല്ലാം എന്തിന്റെ പദ്ധതിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്നതല്ല, അതിന്റെ പിന്നിലുള്ളത് ഒരു സാമ്രാജ്യത്വ താല്പര്യമാണ്. ആ സാമ്രാജ്യത്വ താല്പര്യം അതിശക്തമായി നടത്തുന്നതാണ് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. 21-ാം നൂറ്റാണ്ടിൽ 9/11 അവർ ആക്രമിക്കപ്പെട്ടു. അവരാക്രമിക്കപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അമേരിക്കയുടെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള ജനറൽ വെസ്ലി ക്ലാർക്ക് അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പിൽ ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം എന്നത്, നമുക്ക് 5 വർഷം കൊണ്ട് 7 ഭരണകൂടങ്ങളെ അട്ടിമറിക്കണം. നമുക്ക് 5 വർഷം കൊണ്ട് 7 ഭരണകൂടങ്ങളെ അട്ടിമറിക്കണം. അങ്ങനെ അട്ടിമറിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പദ്ധതി മുന്നോട്ട് പോകും. പോൾ വോൾഫോവിറ്റ്സ്, ഡിക് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോർജ് ബുഷിന്റെ. പോൾ വോൾഫോവിറ്റ്സ് എന്നൊക്കെ പറയുന്ന, കോണ്ടോലീസ റൈസ് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് പല സന്ദർഭങ്ങളിൽ പല പദവികൾ വഹിച്ചിരുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി എന്ന. 21-ാം നൂറ്റാണ്ട്, നമുക്കറിയാം 20-ാം നൂറ്റാണ്ട് പകുതിയോളം ബ്രിട്ടനും ബാക്കി പകുതി മാത്രമാണ് അമേരിക്കയ്ക്കും കിട്ടിയത്. പക്ഷെ അവർ പറഞ്ഞു, നമുക്ക് 21-ാം നൂറ്റാണ്ട് അമേരിക്കയുടെ നൂറ്റാണ്ടായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് PNAC എന്നറിയപ്പെടുന്ന പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറി. എന്താണ് ആ പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിയിലുള്ളത്? പ്രോജക്ട് ഫോർ ന്യൂ അമേരിക്കൻ സെഞ്ചുറിയിലുള്ളത് ഇതാണ്. ഒന്ന്, ഈ ഭരണകൂടങ്ങളെ, നമുക്കിഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക. റഷീം ചേഞ്ച് നമ്മളിപ്പോ കേട്ടല്ലോ. ആ ഇറാനിൽ റഷീം ചേഞ്ച് വരുത്തണം. ആരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് നെതന്യാഹു ആണ്, പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ് പറഞ്ഞത്. ഭരണകൂടങ്ങളെ അട്ടിമറിക്കണം. അങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു സുപ്രധാനമായ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 5 വർഷത്തിനുള്ളിൽ 7 ഭരണകൂടങ്ങളെ അട്ടിമറിക്കണമെന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഒന്നാമത് സംഭവിച്ചതാണ് ഇറാഖിൽ. നമുക്കറിയാമല്ലോ, ഇറാഖിൽ എന്താ പറഞ്ഞത്? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, WMD. അതായത് മനുഷ്യരെ കൂട്ടത്തോടെ കൊല്ലാനുള്ള രാസായുധങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു ഇറാഖിൽ. ആ പ്രചാരണം അതിശക്തമായി നടത്തിക്കൊണ്ട്, ലോകത്തൊട്ടാകെ നടത്തിക്കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം, ഈ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കണം. അത് അപ്പാടെ വിഴുങ്ങരുത്. അങ്ങനെ വിഴുങ്ങുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ ഇപ്പോഴും കാണാം. ഞാൻ അതിലേക്ക് വരാം. അവർ പറഞ്ഞു, ഇറാഖിൽ ഇതാ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു ആയുധം. നമ്മളപ്പോ ഈ ഇറാഖിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം തകർത്ത് പിടിക്കുന്നത് കാണാൻ വളരെ കാത്തിരുന്നു. CNN ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. എപ്പോഴാണ് അമേരിക്ക ആക്രമിക്കുന്നത്, എപ്പോഴാണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഈ രാസായുധങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതെന്ന് നോക്കാൻ നമ്മൾ കാത്തിരുന്നു. യുദ്ധം നടന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈനെ 2003 അധികാരപ്രശ്നനാക്കി. അദ്ദേഹത്തെ ജയിലിലടച്ചു, തൂക്കിക്കൊന്നു. ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എങ്കിലും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? കണ്ടെത്താൻ കഴിഞ്ഞില്ല. $3 ട്രില്യൺ. 3 ട്രില്യൺ. അതിന്റെ കണക്ക് വലിപ്പിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല. ജോസഫ് സ്റ്റീഗ്ലിസിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ജോസഫ് സ്റ്റീഗ്ലിസ് പറഞ്ഞു, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങിയത് ഈ ഇറാഖിൽ ഇത്രമാത്രം സമ്പത്ത് ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന്. എന്തുകൊണ്ടാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്? അവർക്കറിയാം, ഈ സമ്പത്ത് ചെലവഴിച്ചാലും ഈ ഭരണകൂടങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയമായ ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ ചെയ്യാം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇറാഖിൽ സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചത്.
ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവിടെ നാം അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇറാഖിന് ആണവ പദ്ധതി ഉണ്ടായിരുന്നു. ഇറാഖിന് ആണവ പദ്ധതി ഉണ്ടായിരുന്നു. ആ ആണവ പദ്ധതിയെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ഇറാഖിന്റെ ആണവ പദ്ധതി 1987 ബോംബ് ചെയ്തു ഇസ്രായേൽ. 2003 ഇതിന്റെ ഫലമായിട്ട് 2003 മുമ്പ് തന്നെ ഇറാഖ് ഈ ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ആണവ പദ്ധതിക്കെതിരായി ആക്രമണം നടത്തുകയും ആണവ പദ്ധതി നിർത്തണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്ത സദ്ദാം ഹുസൈന് 2003 അദ്ദേഹത്തിന്റെ ജീവനും ഭരണകൂടവും അടിയറ വെക്കേണ്ടി വന്നു അമേരിക്കയുടെ മുമ്പിൽ. 2007 ലിബിയ എന്ന് പറയുന്ന രാജ്യം, നമുക്കറിയാം, നോർത്ത് ആഫ്രിക്ക രാജ്യം ലിബിയ എന്ന് പറയുക, ഗദ്ദാഫിയുടെ രാജ്യത്തിനും ആണവ പദ്ധതി ഉണ്ടായിരുന്നു. ഗദ്ദാഫിയുടെ ആണവ പദ്ധതിക്കെതിരായിട്ട് 2007 ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. അതിനെ തുടർന്ന് അമേരിക്ക നടത്തിയ സമ്മർദ്ദങ്ങളുടെ ഫലമായി 2007 ശേഷം ഈ ആണവ പദ്ധതിയിൽ നിന്ന് ലിബിയ പിന്മാറി. അങ്ങനെ പിന്മാറിയ ലിബിയക്ക് ഗദ്ദാഫിക്ക് 2011 എന്താ സംഭവിച്ചത്? ആരബ് സ്പ്രിംഗ്, മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവത്തിന്റെ ഫലമായി അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അട്ടിമറിച്ചു, തെരുവിലിട്ട് അദ്ദേഹത്തെ കൊന്നു. ആണവ പദ്ധതി ഉപേക്ഷിച്ച രാജ്യം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ലിസ്റ്റിലുള്ള ഈ 7 രാജ്യങ്ങൾ, 5 വർഷത്തിനുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇറാഖുണ്ട്, സിറിയയുണ്ട്, ലിബിയയുണ്ട്, പിന്നെ ഇറാനുണ്ട്, സുഡാനുണ്ട്, പിന്നെ സൊമാലിയയുണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഈ 7 രാജ്യങ്ങൾ 5 വർഷത്തിനുള്ളിൽ അട്ടിമറിക്കപ്പെടേണ്ട രാജ്യങ്ങളാണ്. അങ്ങനെ അവർ ഈ വളരെ സിസ്റ്റമാറ്റിക്കായി ഈ പദ്ധതി നടപ്പിലാക്കി വന്നതിന്റെ ഫലമായിട്ട് ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണ്? ഏറ്റവും അവസാനം സിറിയ. ഈ അമേരിക്ക പറയും ഈ രാജ്യത്ത് ഭയങ്കര ജിഹാദികൾ ഈ ലോകത്തെ ഇല്ലാതാക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആരാണ് ജിഹാദികളെ ഉണ്ടാക്കിയത്. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടതിനെ തുടർന്ന് ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി തന്നെ, ഈ ജിഹാദി സമ്പ്രദായം തന്നെ ആരംഭിച്ചത് അമേരിക്ക. അതിന് പണവും ആയുധവും പരിശീലനവും നൽകി വിട്ടത് അമേരിക്കയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ ലോകത്ത്? അങ്ങനെ അവർ തുറന്നുവിട്ട ഭൂതമാണ് ഇന്ന് വാസ്തവത്തിൽ ലോകത്തൊട്ടാകെ ഇന്ന് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ആളുകളെ ജിഹാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെ ഉണ്ടാക്കി വിട്ടതാരാണ് എന്നുകൂടി നമ്മൾ അറിയണം. ഇന്നും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നു. സിറിയയിൽ അതല്ലേ നടന്നത്? അൽ ഷര എന്ന് പറയുന്ന ഭരണാധികാരി ആരാണ്? അദ്ദേഹം ISIS-ന്റെ ആളായിരുന്നു. ആ ISIS എങ്ങനെയാണ് ഉണ്ടായത്? ഇറാഖിൽ ഭരണകൂട അട്ടിമറി നടത്തി. നമുക്കറിയാം സദ്ദാം ഹുസൈൻ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ആ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധിവരെ സെക്യുലറായിട്ട് വളരെ മെച്ചപ്പെട്ട തരത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് ആ രാജ്യം ആരാണ് ഭരിക്കുന്നത് എന്നറിയാൻ പറ്റാത്ത സ്ഥിതി, അവിടുത്തെ പാർലമെന്റ് കൂടാൻ പറ്റാത്ത സ്ഥിതി. ലിബിയയുടെ തലസ്ഥാനം ഏതാണ്? ബെങ്കാസിയാണോ ട്രിപ്പോളിയാണോ എന്നറിയാൻ പറ്റാത്ത സ്ഥിതി. ആരാണ് അവിടുത്തെ ഭരണാധികാരി എന്നറിയാൻ പറ്റാത്ത സ്ഥിതി. അപ്പൊ ഈ രാജ്യങ്ങളെ ശരിയായ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യങ്ങളെ അമേരിക്കൻ സാമ്രാജ്യത്വ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തിയ പദ്ധതികളുടെ ഫലമായിട്ട് ഇന്ന് നശിച്ച് നാമാവശേഷമായി നിൽക്കുന്നു സിറിയ പോലും. ആ സിറിയ എന്ന് പറയുന്ന ആ സ്ഥലത്ത് അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച് വിട്ട ജിഹാദികളെ അമേരിക്കയാണ്. അപ്പൊ ജിഹാദികളെ തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പരിശീലിപ്പിച്ച് വിടുകയും അല്ലാത്തപ്പോൾ ഇവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂട സംവിധാനമാണ് അമേരിക്കൻ ഭരണകൂട സംവിധാനം. ആ ഭരണകൂട സംവിധാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ ഭരണകൂട അട്ടിമറി നടത്തേണ്ട ഏറ്റവും അവസാനത്തെ രാജ്യമാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഇറാൻ. എന്താണ് അവർ പറഞ്ഞത്? ഇറാനിൽ ജൂൺ മാസം 13-ാം തീയതി സംഘർഷം ആരംഭിച്ചു. ജൂൺ മാസം 13-ാം തീയതി ഇസ്രായേൽ ആക്രമണം നടത്തി. ജൂൺ മാസം 13-ാം തീയതി ആക്രമണം നടത്തിയിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. എന്തൊക്കെയാ 2 ലക്ഷ്യങ്ങൾ? ഒന്ന്, ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുക. 2, അവിടുത്തെ ഭരണകൂടത്തെ തുടച്ചു നീക്കുക, മാറ്റുക, പൂർണ്ണമായും അട്ടിമറിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിന് ആണവ പദ്ധതി ഉണ്ട് എങ്കിൽ ആ ആണവ പദ്ധതിക്കെതിരായി വേറൊരു രാജ്യത്തിന് എന്തെങ്കിലും നടപടിയെടുക്കാൻ അവകാശമുണ്ടോ?
നമ്മളെല്ലാം പത്രം വായിക്കുന്നവരല്ലേ? അങ്ങനെ ഒരു അവകാശമുണ്ടോ? അങ്ങനെ ഒരു അവകാശം ഒരു രാജ്യത്തിനുമില്ല. അങ്ങനെ അവകാശം ഉണ്ടെങ്കിൽ ആർക്ക് അവകാശമുള്ളത്? ഒരു രാജ്യത്ത് ആണവ പദ്ധതി നടത്തുന്നുണ്ട്, ഈ ആണവ പദ്ധതി നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി പരിശോധിച്ച് റിപ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു അന്തർദേശീയ സംഘടനയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന സംഘടന. റഫായൽ ഗ്രോസി എന്ന് പറയുന്ന ആളാണ് എൻ്റെ ഡയറക്ടർ ജനറൽ. അപ്പൊ അങ്ങനെയുള്ള സംഘടന ഓൺ ദ സ്പോട്ടിൽ പരിശോധന നടത്തി, ആ പരിശോധനകൾ നടത്തിയതിനു ശേഷം അവർ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ 35 അംഗങ്ങളുള്ള ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഗവർണേഴ്സ് കൂടിയിട്ടാണ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ കൂടിയിട്ട് തീരുമാനമെടുക്കുമ്പോൾ ആണ് അവർ പറയാണ് ഇങ്ങനെ ഒരു ആണവ ആയുധം ഉണ്ടാക്കാനുള്ള ശ്രമം ഇറാൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിത് അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ രാജ്യം അത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവർ ഐക്യരാഷ്ട്ര സംഘടനയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും ഐക്യരാഷ്ട്ര സംഘടന അത് പഠിച്ചതിന് ശേഷം ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലാണ്, സെക്യൂരിറ്റി കൗൺസിലാണ് അതിനെതിരെ നടപടിയെടുക്കേണ്ടത്. ആദ്യം ആക്രമണമല്ല, ആദ്യം സാമ്പത്തിക ഉപരോധങ്ങൾ, മറ്റ് സൈനിക ഉപരോധങ്ങൾ, ഇങ്ങനെയുള്ള പല ഉപരോധങ്ങൾ നടത്തിയതിനു ശേഷവും ഇവർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആക്രമണം ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ, യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ആ രാജ്യത്ത് നടത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നോ? അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അദ്ദേഹം പറയാണ് ഞങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ നശിപ്പിക്കും, ഞങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കും. ആലോചിച്ച് നോക്കൂ, ഐക്യരാഷ്ട്ര സംഘടനയിൽ 193 അംഗങ്ങളുണ്ട്. ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാണ് ഇസ്രായേലും. ആ അങ്ങനെയുള്ള അംഗമായിട്ടുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറുകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ആക്രമിക്കാൻ പാടില്ല. സുരക്ഷയ്ക്ക് ആക്രമിക്കാം, അത് ഭീകരമായ ആക്രമണം ഉണ്ടാകും ഇപ്പോ എന്ന് എല്ലാവരാലും സമ്മതിക്കപ്പെടുന്ന ഒരവസരത്തിൽ ചെയ്യാം. അങ്ങനെ ഒരു ഘട്ടം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ഘട്ടമില്ല. അപ്പൊ ഈ 2 ആർഗ്യുമെന്റുകൾ മുന്നോട്ട് വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ യുദ്ധം ആരംഭിച്ചത്. അതിന് കുറച്ചു നാളിന് മുമ്പ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം 7-ാം തീയതി മറ്റൊരു യുദ്ധം ആരംഭിച്ചല്ലോ, ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം. എന്താ അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് 2 ലക്ഷ്യങ്ങളാണ് ഈ യുദ്ധത്തിലുള്ളത്. എന്താ പറഞ്ഞത്? 1, ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കും, ഇല്ലാതാക്കും. 2, ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ബന്ദികളെ ഞാൻ മുഴുവനായും മോചിപ്പിക്കും. ഇത് 2 നടന്നോ? 20 മാസത്തിന് ശേഷം 20 മാസത്തിന് ശേഷം ആകെ നടന്നത് അവിടെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗാസ എന്ന് പറയുന്ന 365 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഒരു ആശുപത്രിയില്ല, സ്കൂളില്ല, വൈദ്യുതിയില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. മണ്ണോട് മണ്ണാക്കി അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അത് സാധ്യമാണ്. കാരണം ഒരു തുറന്ന ജയില് പോലെ കിടക്കുന്ന ഒരു രാജ്യത്ത്, ഒരു രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രദേശത്തെ ജനങ്ങളെ ബോംബ് ചെയ്യാനോ കൊല്ലാനോ ആർക്കാ കഴിയാത്തത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാലസ്തീനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല. ഒരു കോളനി രാജ്യം, കോളനിവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നേരെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവരുടെ നാടിന് വേണ്ടി, അവരുടെ പ്രദേശത്തിന് വേണ്ടി സമരം നടത്തുന്ന ജനതയ്ക്ക് നേരെ നടത്തുന്ന വംശഹത്യ. ആ വംശഹത്യക്കെതിരായിട്ട് ലോക സമൂഹം കണ്ണടച്ചിരിക്കുകയാണെന്ന്. ദിവസം പ്രതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട്, അതെങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് ആവുന്നത്? ഇൻഹ്യൂമാനിറ്റേറിയൻ ഫണ്ടാണത്. മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി നിൽക്കുന്ന മനുഷ്യന്റെ നേരെ തോക്കുകളും ബോംബുകളും ഉപയോഗിച്ച് കൊന്നൊടുക്കുന്ന, ഇന്നലെയും ഒക്കെ 50-100 പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക മനസാക്ഷി മരവിച്ചു പോയി അതെല്ലാം കണ്ട്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് സാധിക്കാൻ കഴിഞ്ഞോ? സാധിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പറഞ്ഞു, പത്രസമ്മേളനം നടത്തിയിട്ട് ട്രംപിനോട് പറഞ്ഞു, നമുക്ക് ഈ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ നമ്മുടെ ഈ പിടിച്ചുകൊണ്ടുപോയേക്കുന്ന ബന്ദികളെ കൂടി മോചിപ്പിക്കാൻ പറ്റും. ഒന്നാലോചിച്ച് നോക്കൂ. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് യുദ്ധം നടത്തിയിട്ട് ആ യുദ്ധങ്ങൾ ലക്ഷ്യത്തിലെത്തിയില്ല എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഈ അമേരിക്കയുടെ മൊത്തത്തിലുള്ള സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ഈ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്നാണ്, പുതിയ പശ്ചിമേഷ്യ. ആ പുതിയ പശ്ചിമേഷ്യ യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് കോണ്ടോലിസ റൈസ് എന്ന് പറയുന്ന ബുഷിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന കോണ്ടോലിസ റൈസ് ആണ്. ആ കോണ്ടോലിസ റൈസിന്റെ പദ്ധതി നടപ്പിലാക്കലാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇസ്രായേലിന് ചെയ്യാൻ അവകാശമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 1, ആണവ പദ്ധതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. 2 കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. 1, ഇതിനെതിരെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആണവ പദ്ധതിക്കെതിരെ ആക്രമണം നടത്താൻ രാഷ്ട്രീയമായ അവകാശം ഇസ്രായേലിനുണ്ടോ? 1. 2, ധാർമ്മികമായ അവകാശം ഇസ്രായേലിനുണ്ടോ? രാഷ്ട്രീയമായ അവകാശം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു രാജ്യത്തിനും
ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്കൊന്നും ഒരു രാജ്യത്തിന്റെ ഒരു ആണവ പദ്ധതിക്കെതിരായി ആക്രമണം നടത്താനുള്ള അവകാശമില്ല. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അന്തർദേശീയ നിയമങ്ങളെ മുഴുവനായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന, അന്തർദേശീയ നിയമങ്ങളെ യാതൊരു വിധത്തിലും മാനിക്കാത്ത ഒരു തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. റോഗ് നേഷൻ, തെമ്മാടി രാജ്യമാണ്. കാരണം ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളോ മാനവിക നിയമങ്ങളോ ധാർമ്മികതയോ പാലിക്കാത്ത ഒരു രാജ്യത്തിന് വാസ്തവത്തിൽ നിയമപരമായി, രാഷ്ട്രീയമായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ ആക്രമിക്കാനുള്ള അവകാശമില്ല. 2, ധാർമ്മികമായ അവകാശമുണ്ടോ? ധാർമ്മികമായ അവകാശമില്ല. എന്തുകൊണ്ട് അവകാശമില്ല? നമ്മൾ എടുത്തു നോക്കൂ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവ രാജ്യമാണോ അല്ലയോ? അതാണ് ലോകം ചർച്ച ചെയ്യുന്ന വിഷയം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആണവ രാജ്യമാണ്. ആണവ രാജ്യമാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടോ? ഇസ്രായേൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആണവ രാജ്യമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മൊർദക്കായി ബനൂനു എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഇസ്രായേലിന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചിരുന്ന സാങ്കേതിക വിദഗ്ധനാണ് ഈ മൊർദക്കായി ബനൂനു. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പുറത്തു വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവരുടെ കയ്യിൽ, ഇസ്രായേൽ എന്ന് പറയുന്ന ഞങ്ങളുടെ രാജ്യത്തിന്റെ കയ്യിൽ ബോംബുണ്ട്, ആണവ ബോംബുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ അടച്ചു, ഏകാന്ത തടവിലൊക്കെ ഇട്ടു ബനൂനുവിനെ. അപ്പൊ അങ്ങനെയാണ് ആധികാരികമായി ലോകം അറിയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കയ്യിൽ ആണവ ബോംബുണ്ട്. എങ്ങനെയാണ് ആണവ ബോംബ് ഉണ്ടാക്കിയത്? അതാണ് വളരെ രസകരമായ കാര്യം. ഈ അന്തർദേശീയ തലത്തിലുള്ള അമേരിക്കയുടെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു സംഭവം അതിനകത്തുണ്ട്. 1948 അമേരിക്കയും ബ്രിട്ടന്റെയും ഒക്കെ ആശീർവാദത്തോടെ ഉണ്ടാക്കപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ. 1942 അതിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ, അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ആണവ ബോംബ് ഉണ്ടാക്കണം. അമേരിക്കയുടെ ആശീർവാദത്തോട് ഉണ്ടാക്കപ്പെട്ട രാജ്യമാണെങ്കിലും അമേരിക്ക അറിയാതെ ഫ്രാൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ആണവ ബോംബ് പദ്ധതി ആരംഭിച്ചത്. 1960 ആണവ ബോംബ് പദ്ധതി വളരെയധികം മുമ്പോട്ട് പോയപ്പോൾ അമേരിക്ക അത് കണ്ടുപിടിച്ചു. അമേരിക്ക അത് കണ്ടുപിടിച്ചപ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ഐസനോവർ ഈ ഡേവിഡ് ബെൻഗൂറിയനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഡേവിഡ് ബെൻഗൂറിയൻ പറഞ്ഞു, ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാനത്തിനുള്ള ആണവ പദ്ധതിയാണ്. ഇറാൻ അതല്ലേ പറയുന്നത്? ഇറാൻ പറയുന്നത് അതാണല്ലോ. ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാനത്തിനുള്ള ആണവ പദ്ധതിയാണ്, ഒരു കാരണവശാലും ആണവ ബോംബ് ഉണ്ടാക്കരുത് എന്ന ഫത്വ ഞങ്ങളുടെ ആത്മീയ നേതാവ് ഖമനേയി പറഞ്ഞിട്ടുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോവില്ല. അങ്ങനെ പറയുന്ന രാജ്യത്തിനെതിരെ ഇസ്രായേൽ അമേരിക്കയുടെ ആശീർവാദത്തോടെ ആക്രമണം നടത്തുമ്പോൾ 1960 ഈ ആണവ പദ്ധതി സമാധാന പദ്ധതിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടിയില്ല, എന്ന അക്ഷരം മിണ്ടിയില്ല. 1967 ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കി. ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കി എന്ന് അമേരിക്ക മനസ്സിലാക്കി. അങ്ങനെ ആണവ ബോംബ് ഇസ്രായേലിന്റെ കയ്യിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്ന ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുമായി രംഗത്ത് വരുന്നത്. 1968 ഈ ആണവ നിർവ്യാപന കരാറിൽ ലോകത്തുള്ള രാജ്യങ്ങളെ ഒക്കെ കൊണ്ട് ഒപ്പിടിച്ചു. ഇറാനെ കൊണ്ട് ഒപ്പിടിച്ചു, സൗദി അറേബ്യയെ കൊണ്ട് ഒപ്പിടിച്ചു, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയൊക്കെ കൊണ്ട് ഒപ്പിടിച്ചു. ഇസ്രായേൽ ഒപ്പിട്ടതുമില്ല. ഇസ്രായേൽ ഒപ്പിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഈ പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യം ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടുമായിരുന്നു. ഇന്ന് അവർ പറയുന്നതാണ്, ഇസ്രായേൽ പറയാണ്, നിങ്ങൾ ആണവ നിർവ്യാപന കരാറിൽ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. ബോംബ് ഉണ്ടാക്കുന്നില്ല, ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന ആരോപണം ഉന്നയിക്കുന്ന ആരാണ്? ഈ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ബോംബ് ഉണ്ടാക്കി രഹസ്യമായി കൈവശം വെച്ചിരിക്കുന്ന രാജ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ധാർമ്മികതയാണ് ഇതിനകത്തുള്ളത് എന്ന് മാത്രമാണോ? നമുക്കറിയാമല്ലോ, നമ്മൾ ബോംബുണ്ടാക്കി 1998 ആണവ ബോംബ് പരീക്ഷിച്ചു. ആണവ ബോംബ് പരീക്ഷിച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് AB വാജ്പേയി. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അന്ന് ക്ലിന്റനാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ ഒരു കത്തയച്ചിട്ട് നമ്മൾ പറഞ്ഞ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത്, ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കിയതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? ഞങ്ങളുടെ അപ്പുറത്ത് ഞങ്ങളുമായിട്ട് ഈ 1962 യുദ്ധം ചെയ്തൊരു രാജ്യമുണ്ട്. രാജ്യത്തിന്റെ പേര് ചൈന എന്നാണ്. അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. അവർ ആണവായുധം ഏതെങ്കിലും കാരണവശാൽ ഉപയോഗിച്ചാൽ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഡിറ്ററന്റ് ആണ് ഞങ്ങളുടെ ആണവായുധം. ആരും തർക്കിച്ചില്ല. അമേരിക്ക നമുക്ക് ഉപരോധമൊക്കെ ഏർപ്പെടുത്തി, പക്ഷെ ലോജിക്കലാ. അപ്പൊ എന്നതുപോലെ ഈ ഇൻ കേസ് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ പോലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇസ്രായേലിന്. കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അറിയാം.
എന്തുകൊണ്ടാണ് നമ്മൾ പറയുമല്ലോ, ഈ പാകിസ്ഥാൻ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ അവിടുത്തെ ഖ്വാജ ആസിഫ് എന്നൊക്കെ പറയുന്ന അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾക്കെതിരെ ആക്രമണമായിട്ട് വന്നാൽ ഞങ്ങളുടെ കൈയും കിട്ടിയിരിക്കില്ല, ഞങ്ങളുടെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, ഏതാ ആണവായുധം ഉണ്ട്, ഞങ്ങളെടുത്ത് പ്രയോഗിക്കും എന്ന് പറഞ്ഞു. പ്രയോഗിച്ചോ? നമ്മൾ ആണവായുധം പ്രയോഗിച്ചോ? നമ്മളും ആണവായുധം പ്രയോഗിക്കില്ല, അവരും ആണവായുധം പ്രയോഗിക്കില്ല. എന്തുകൊണ്ട് പ്രയോഗിക്കില്ല? ആണവായുധത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു തിയറി ഉണ്ട്, മാഡ് എന്ന് പറയുന്ന തിയറി, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, MAD. എന്താ അത്? ആണവായുധം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഉറപ്പാകുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് കൂട്ടർ ഇല്ലാതാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം വേറൊരു രാജ്യത്തിനെതിരായിട്ട് ആണവായുധ ആക്രമണം നടത്തുന്നതിന് മുമ്പ് പല തവണ ആലോചിക്കും. കാരണം അങ്ങോട്ടൊരു ആണവായുധം ആക്രമണം നടത്തിയാൽ ഇങ്ങോട്ടും ആണവായുധ ആക്രമണം ഉണ്ടാവും. നമ്മൾ ന്യൂക്ലിയർ ട്രയാഡ് എന്നൊക്കെ പറയും. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ആണവ പോർമുനകളെ തൊടുത്തുവിട്ട് രാജ്യങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട്, ഇന്ത്യക്കുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ ഇൻ കേസ് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ പോലും അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യം ഇല്ലാത്ത രാജ്യം എന്തുകൊണ്ടാണ് ഇറാന്റെ ആണവ ശേഷി ഇല്ലാതാക്കണമെന്ന് പറയുന്നത്? അത് ഇസ്രായേലിന്റെ മാത്രം പദ്ധതിയല്ല, അമേരിക്കയുടെ കൂടി പദ്ധതിയാണ്. കാരണം എന്താണ്? ഈ അമേരിക്കയുടെ തീട്ടൂരങ്ങൾക്ക് വഴങ്ങാത്ത, അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്ന അവശേഷിക്കുന്ന ഒരു രാജ്യം ഇപ്പോഴും ഇറാനാണ്. ആ ഇറാനെ ഇല്ലാതാക്കണം. അങ്ങനെ ആ ഇറാനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നെതന്യാഹു കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ്, ഒരു കപട പദ്ധതിയാണ് ബോംബ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ അങ്ങനെ പറയാം. ഈ ബോംബുണ്ട്, ഇറാൻ ബോംബുണ്ടാക്കുന്നു എന്ന് നെതന്യാഹു പറയാൻ തുടങ്ങിയിട്ട് 30-ലേറെ വർഷങ്ങളായി. 33, കൃത്യമായി പറഞ്ഞാൽ 33 വർഷമായി ഈ നെതന്യാഹു ലോകത്തൊട്ടാകെ നടന്നുകൊണ്ട് പറയുന്ന ഒരു വ്യാജമാണ് ഇറാന്റെ കയ്യിൽ ബോംബുണ്ട് എന്ന്. 1992 അദ്ദേഹം പാർലമെന്റ് അംഗമായപ്പോൾ ഇസ്രായേൽ പാർലമെന്റ് ക്നെസറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അന്ന് പറഞ്ഞു, ഇറാൻ ഇതാ ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു, 3 വർഷത്തിനുള്ളിലും 5 വർഷത്തിനുള്ളിലും ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കിയിരിക്കും. 1995 നെതന്യാഹു ഒരു പുസ്തകം തന്നെ എഴുതി. ആ പുസ്തകത്തിന്റെ ഒരു ഫൈറ്റിംഗ് ടെററിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതാ 3 വർഷത്തിനുള്ളിൽ, 1995 പറഞ്ഞു, 3 വർഷത്തിനുള്ളിൽ ഇറാൻ ആണവായുധം തീർച്ചയായിട്ടും ഉണ്ടാക്കും. ആണവായുധം ഉണ്ടായില്ല. 2002, 2008, 2012 അദ്ദേഹം ഒരു വലിയ കാര്യം ചെയ്തു. 2012 അദ്ദേഹം ഒരു വലിയ പടവുമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി പ്രസംഗിച്ചു. അദ്ദേഹം ഒരു ബോംബിന്റെ പടവുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വരയിട്ട് പറഞ്ഞു, 60%, 90%, 100%. ഈ 90% ഇതാ ബോംബ് ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നേടിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ ഒരു 3 ആഴ്ചക്കുള്ളിലോ 3 മാസത്തിനുള്ളിലോ ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ കഴിയുമെന്ന് 2012 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി പറഞ്ഞു. 2014-ലും 15-ലും 2014-15 കാലത്തിന്റെ പ്രത്യേകത, അന്ന് ഒബാമ പ്രസിഡന്റാണ്. അങ്ങനെ ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒബാമ ഈ ഇറാനുമായിട്ടുള്ള ആണവ കരാറിന്റെ കാര്യത്തിൽ ഒരു കരാറിലേക്ക് വരുന്നതിനുള്ള ചർച്ച നടക്കുന്ന സന്ദർഭത്തിലാണ്. ആ ചർച്ചയെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പദ്ധതിയായിരുന്നു, നെതന്യാഹുവിന്റെ സ്വന്തം പദ്ധതിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ അമേരിക്കയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന് പറഞ്ഞു, ഇതാ 6 മാസത്തിനുള്ളിൽ ഇറാൻ ബോംബ് ഉണ്ടാക്കും. 2015 അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ തലയ്ക്ക് മുകളിലൂടെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ പാർലമെന്റിൽ, കോൺഗ്രസിൽ സംയുക്ത പാർലമെന്ററി സമിതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു പറഞ്ഞു, ഇത് 6 മാസത്തിനുള്ളിൽ ബോംബ് ഉണ്ടാക്കും. 2015 ബോംബുണ്ടായില്ല. 2018, 2022, 2025 അദ്ദേഹം പറയാണ്, ഇതാ ആഴ്ചകൾക്ക് അകലെ ബോംബുണ്ടാക്കും. 32 വർഷമായിട്ടും ഒരു രാജ്യത്തിന് ആണവ ആയുധം ഉണ്ടാക്കണമെങ്കിൽ 3 ആഴ്ചയോ 4 ആഴ്ച കൊണ്ട്, ഈ 90% എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെങ്കിൽ 3 ആഴ്ച കൊണ്ട് ബോംബുണ്ടാക്കാം. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്? ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ മാധ്യമങ്ങളുടെയും ജൂയിഷ് ലോബിയുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തൊട്ടാകെ നടത്തിയ ഒരു പ്രചാരണം, ആ പ്രചാരണത്തിന്റെ പിന്നിലുള്ളത് ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്ന അമേരിക്കൻ അജണ്ടയും അത് നടപ്പിലാക്കാനുള്ള ഈ ഇസ്രായേലിന്റെ താല്പര്യവും. 2011 ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന പദ്ധതി 2011 സിറിയ, ഈ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവം. ആ മുല്ലപ്പൂ വിപ്ലവത്തിലാണ് ഗദ്ദാഫിയെ, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഗദ്ദാഫിയെ പുറത്താക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിറിയയിൽ ഭരണമാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചൊരു പദ്ധതി ഇട്ടു. ഓപ്പറേഷൻ ടിംബർ സിക്കമൂർ എന്നാ അതിന്റെ പേര്. ഓപ്പറേഷൻ ടിംബർ സിക്കമൂർ. സിക്കമൂർ മരം ഈ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മനോഹരമായ മരങ്ങളാണ്.
ഓപ്പറേഷൻ ടിംബർ സിക്കമൂർ എന്ന പദ്ധതി 2011 പ്രഖ്യാപിച്ചു. ആരാ പ്രഖ്യാപിച്ചത്? ഒബാമയെ പ്രഖ്യാപിച്ചു. എന്താ ലക്ഷ്യം? എന്താ? സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു. ആ ഓപ്പറേഷൻ ടിംബർ സിക്കമൂർ നടക്കുമ്പോൾ ബാൻ കി മൂൺ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ, അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ജനറൽ എന്ന കോഫി അന്നനെ ഒരു പദ്ധതി ഏൽപ്പിച്ചു. ഈ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരണം, സിറിയ എന്ന് പറയുന്ന പ്രദേശത്ത് സമാധാനം കൊണ്ടുവരണം, അതിന് നിങ്ങൾ ശ്രമിക്കണം. അദ്ദേഹം 2011 മുതൽ അദ്ദേഹം ശ്രമിച്ചതിന്റെ ഫലമായി 2012 ഒരു സമാധാന സന്ധി ഉണ്ടാക്കി, ഒരു കരാർ ഉണ്ടാക്കി അദ്ദേഹം. ആ കരാർ ഉണ്ടാക്കിയപ്പോൾ അതിനുവേണ്ടി ചർച്ചകൾ നടത്തിയ രാജ്യങ്ങളിൽ ഒറ്റ രാജ്യം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ആ കരാർ അംഗീകരിച്ചു. ആ കരാർ അംഗീകരിക്കാവുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക. എന്താ പറഞ്ഞത്? ഈ കരാർ അംഗീകരിക്കണമെങ്കിൽ ആദ്യം ഈ സിറിയൻ ഭരണാധികാരി പുറത്തു പോകണം, ബാഷർ അൽ ആസാദ് പുറത്തു പോകണം. ഈ ബാക്കിയുള്ളവർ പറഞ്ഞു അവിടെ ഒരു ഭരണകൂടം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള ആളുകൾ ചർച്ച നടത്തി തീരുമാനിക്കട്ടെ, നമ്മൾ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ നിർബന്ധം പിടിച്ചുകൊണ്ട് ആ കരാറിനെ അട്ടിമറിച്ച് ഈ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അമേരിക്കൻ ഭരണകൂടമാണ്. ഓപ്പറേഷൻ ടിംബർ സിക്കമൂർ എന്ന് പറയുന്നത് 2012 കോഫി അണ്ണൻ ആ പദവി രാജിവെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കാണുന്നതല്ല ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം പിറകിൽ ചരട് വലിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യം അമേരിക്ക. ആ അമേരിക്കയുടെ പദ്ധതി പശ്ചിമേഷ്യയിൽ നടപ്പിലാക്കുന്ന ഒരു പ്രോക്സി മാത്രമാണ്, ഒരു നടത്തിപ്പുകാരൻ മാത്രമാണ്, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഇസ്രായേൽ എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ നമുക്കറിയാൻ കഴിയും ഇസ്രായേൽ നടത്തിയത് നിയമവിരുദ്ധമായ നീതിരഹിതമായ ആക്രമണമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു രാജ്യത്തിന്റെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ആണവായുധമുണ്ട് എന്ന് ആരാ പറയേണ്ടത്? ആണവായുധമുണ്ട് എന്ന് പറയേണ്ടത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവരിതുവരെ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞെന്താ? ഈ യുദ്ധം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ജൂൺ മാസം 11 ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിയന്നയിൽ നടന്നു, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ. അവരെന്നത്ത് പറഞ്ഞ കാര്യം, 20 വർഷത്തിലാദ്യമായി ഇറാൻ ഞങ്ങൾ ആവശ്യപ്പെട്ട രേഖകൾ പലതും തന്നിട്ടില്ല. 20 വർഷത്തിലാദ്യമായി, കഴിഞ്ഞ 20 വർഷമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20 വർഷമല്ല, നമുക്കറിയാം ഈ വാസ്തവത്തിൽ ഈ സംഭവത്തിലേക്ക് ഞാൻ വരാം. ഈ 20 വർഷത്തിലല്ല, 20 വർഷമല്ല, കഴിഞ്ഞ 2015 മുതലെങ്കിലും 10 വർഷം മതി, 2015 മുതലെങ്കിലും വാസ്തവത്തിൽ ഈ ലോകത്തിന്റെ താല്പര്യങ്ങളോട് ഒത്തു നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച രാജ്യമാണ് ഇറാൻ. അങ്ങനെയാണ് 2015 ഇറാൻ ആണവ കരാർ JCPOA എന്ന് പറയുന്ന കരാർ ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും ചൈനയും ഈ ജർമ്മനിയും കൂടെ ചേർന്ന് P5+1 എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒപ്പിട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ലോകം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ ആണവ പദ്ധതി സമാധാനത്തിനുള്ള ആണവ പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കാര്യങ്ങളും ഈ അന്തർദേശീയ സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെച്ചു ഇറാൻ 2015. ആ 2015 അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് സുതാര്യത ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയ ഇറാന്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞതാരാ? ഇന്ന് ഈ അമേരിക്കയുടെ ഭരണാധികാരിയായിരിക്കുന്ന ട്രംപാണ് വാസ്തവത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന യുദ്ധത്തിന്റെ കാരണക്കാരൻ. 2018 ഇത് ഒബാമ ഉണ്ടാക്കിയ കരാറാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, ദിസ് ഇസ് എ ഡേർട്ടി അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ 2018 തള്ളിക്കളഞ്ഞ് വീണ്ടും ഇറാന്റെ മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിയോട് കൂടിയിട്ടാണ് ഇറാൻ അന്തർദേശീയ സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ഈ യുറേനിയം എൻറിച്ച്മെന്റ് ആരംഭിച്ചത്. അപ്പോൾ ആരാ ഉത്തരവാദി? അമേരിക്കയാണ് ഉത്തരവാദി, ട്രംപാണ് ഉത്തരവാദി. അങ്ങനെയുള്ള ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോൾ പറയാണ്, നമുക്കറിയണം 2015 ഈ കരാറിൽ എത്തിച്ചേർന്നത് 2 വർഷത്തെ നിരന്തരമായ ചർച്ചകളുടെ ഫലമായിട്ടാണ്. 60 ദിവസം, ഏപ്രിൽ മാസം വന്നിട്ട് പറയാണ്, ഞാൻ 60 ദിവസം തരികയാണ് നിങ്ങൾക്ക്. ഒരു സാമ്രാജ്യ രാജാവ് ചക്രവർത്തി മറ്റു രാജ്യങ്ങളോട് പറയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് 60 ദിവസം തരികയാണ്, ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങളൊരു സമാധാന കരാർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുഴപ്പമാവും. ഇങ്ങനെയൊക്കെ പറയാൻ ഇദ്ദേഹത്തിന് ആരാ അവകാശം നൽകിയത്? എല്ലാ രാജ്യങ്ങളെയും പോലെ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനുള്ള ധാരണ, അദ്ദേഹം ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്, രാഷ്ട്രീയ ശക്തിയാണ്, ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. നമ്മളൊക്കെ ഈ മൾട്ടിപോളാരിറ്റി എന്നൊക്കെ പറയുമെങ്കിലും വാസ്തവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് യൂണിപോളാരിറ്റിയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ, അമേരിക്കയുടെ ഏകഛത്രാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴും രാജ്യങ്ങൾ ധൈര്യം കാട്ടുന്നില്ല എന്നൊരവസ്ഥയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ
അതുകൊണ്ടാണല്ലോ പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിച്ചപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അംഗമാ, സുരക്ഷാ സമിതിയിലെ പെർമനന്റ് മെമ്പർ അമേരിക്ക. എന്താ ചെയ്യേണ്ടത്? അവർ വാസ്തവത്തിൽ ഇത് കൊള്ളരുതായ്മയാണ് എന്നാ പറയേണ്ടിയിരുന്നത്. കാരണം ലോകത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന സമിതിയാണ് സുരക്ഷാ കൗൺസിൽ. ആ സുരക്ഷാ കൗൺസിൽ അംഗന്മാർ നാളെ പറയാണ്, ഞാൻ ഇസ്രായേലിനെ പ്രശംസിക്കുകയാണ്. എന്തിനാ? ഇറാനെതിരെ ആക്രമണം നടത്തിയതിന്. ഇറാനെതിരെ ആക്രമണം നടത്തിയ ഒരു രാജ്യത്തെ പ്രശംസിക്കുന്ന ഒരു ഭരണാധികാരിയായി വന്നെങ്കിൽ ആ രാജ്യത്തിന് ലോക സമാധാനത്തിന് വല്ല താല്പര്യമുണ്ട്? അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം എന്ന് മാത്രമല്ല, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന്. പിന്നെ ആരാ പറഞ്ഞിട്ടില്ലാത്തത്? തുൾസി ഗബാർഡ് എന്ന് പറയുന്ന നേതാവിനെ നമുക്കറിയാം. അമേരിക്കയിലെ നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറാണ്, DNI. ആരാ അവര്? തുൾസി ഗബാർഡ്. അവര് വാസ്തവത്തിൽ പേര് കേട്ടാൽ നമുക്ക് തോന്നുന്നു ഇന്ത്യക്കാരിയാണെന്ന്. അവർ അമേരിക്കക്കാരിയാണെന്ന് മാത്രമല്ല, അതിശക്തയായ ഇസ്ലാമിക വിരുദ്ധയാണ്. ആ ഇസ്ലാമിക വിരുദ്ധത കൊണ്ടും ഇവിടുത്തെ സംഘപരിവാറിനുള്ള താല്പര്യം കൊണ്ടുമാണ് അവരുടെ പേരിന്റെ മാറ്റിയിട്ട് തുൾസി എന്നൂടെ ചേർത്തു. ഇന്ത്യക്കാരിയല്ല, അമേരിക്കക്കാരിയാ പ്യൂർലി. അങ്ങനെ തുൾസി ഗബാർഡ് എന്ന് പറയുന്ന നാഷണൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ 18 ഇത്തരം ഇന്റലിജൻസ് ഏജൻസിയെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ് അവർ. കഴിഞ്ഞ മാസം മാർച്ച് മാസം പറഞ്ഞു, ഞങ്ങൾ നടത്തിയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ഫലമായി ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ആവുന്ന തുൾസി ഗബാർഡ് പറയാണ്, ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ പറയുകയാണ്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയാണ്, ഇറാന്റെ കയ്യിൽ ആണവായുധമില്ല. പിന്നെ എന്തിന്റെ പേരിൽ ആക്രമണം നടത്തിയത്? ഈ സാമ്രാജ്യത്വ പദ്ധതി, അതായത് ഈ അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തിയുടെ ആധിപത്യം ലോകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്കെതിരായി നിൽക്കുന്ന ഓരോ രാജ്യങ്ങളെ ഒന്നായി ഭരണകൂട അട്ടിമറികളിലൂടെ, ഏറ്റവും അവസാനം നടത്തിയ ഭരണകൂട അട്ടിമറി, ഈ സിറിയയിൽ നടത്തിയ അട്ടിമറിയോട് കൂടിയിട്ട് ഇറാൻ ദുർബലമായിരിക്കുന്നു, ഇതാണ് റൈറ്റ് ടൈം, ഇറാനെ ഇല്ലാതാക്കാനുള്ള ശരിയായ സമയം എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കള്ളപ്പദ്ധതിയിലൂടെ, ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന കള്ളപ്പദ്ധതിയിലൂടെ അമേരിക്കയും ഇസ്രായേലും ഈ പദ്ധതിക്ക് ഇറങ്ങിത്തിരിച്ചു. നമുക്കറിയാം, ഇറാൻ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അമേരിക്ക ആക്രമണം നടത്തുന്നു. ഇറാന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും, ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളും പ്രതിരോധ ചട്ടക്കൂടും, ഈ അയൺ ഡോം എന്നൊക്കെ പറയുന്ന പ്രതിരോധ ചട്ടക്കൂട് ഉൾപ്പെടെ ഡിസൈൻ ഇസ്രായേലിന്റെ ആണെങ്കിൽ അതിന്റെ നിർമ്മിക്കാനുള്ള സമ്പത്ത് മുഴുക്കെ കൊടുത്ത അമേരിക്കയാണ്. എല്ലാ വർഷവും $300 മില്യൺ ഈ ആയുധങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്ത് പ്രശ്നം വന്നാലും ഉടനെ വീറ്റോ ചെയ്ത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അഴിച്ചുവിട്ടിരിക്കുന്നത്, എന്ത് തോന്നിവാസവും ലോകത്ത് നടത്താൻ അഴിച്ചുവിട്ടിരിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണേണ്ടത്, ഇന്ന് പാലസ്തീനിൽ വംശഹത്യ നടക്കുന്നുണ്ടോ എങ്കിൽ ആ വംശഹത്യയുടെ കൂട്ടുപങ്കാളി അമേരിക്കയാണ്. ഈ ലോകത്തൊട്ടാകെ അട്ടിമറി നടക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി അമേരിക്കയാണ്. ഇതിനെ കുറച്ചുകൂടെ പുറകിലേക്ക് പോയാൽ നമ്മൾ കാണാം, ഈ വാസ്തവത്തിൽ ഇതിന്റെ അടിസ്ഥാനമായ കാരണം ഉണ്ടാക്കിയതും അമേരിക്കയാണ്. 1953 മുഹമ്മദ് മൊസാദക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇറാനിൽ. മുഹമ്മദ് മൊസാദക് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത്, ആ രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്ന സ്വകാര്യ കമ്പനികളെ ഇല്ലാതാക്കിക്കൊണ്ട് എണ്ണ പാടങ്ങളെ നാഷണലൈസ് ചെയ്തു. മുഹമ്മദ് മൊസാദക്, പുരോഗമനകാരിയായ മുഹമ്മദ് മൊസാദക് എന്താ ചെയ്തത്? 1953 ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം CIA വിട്ട് അദ്ദേഹത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചു. അങ്ങനെ ആ ഭരണകൂടത്തെ അട്ടിമറിച്ചത് അമേരിക്കയാണ്, CIA ആണ്. അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് റസാ പൗലവി എന്ന് പറയുന്ന രാജാവിന് ഈ രാജ്യം തീരെഴുതി കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ഏകാധിപത്യപരമായ ഭരണത്തിനോടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഈ ഇസ്ലാമിക് വിപ്ലവം അവിടെ ഉണ്ടായത് 1979. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീപ്പിലേക്ക് ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും, ഇന്ന് ലോകത്ത് നടക്കുന്ന നിരവധി സംഘർഷങ്ങളുടെ വേരുകൾ അമേരിക്കയുടെ കരങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സാമ്രാജ്യത്വം, നിങ്ങൾ യുദ്ധവിരുദ്ധനാണ് എങ്കിൽ നിങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധനാവണം. നിങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധനാവണമെങ്കിൽ വളരെ കൃത്യമായി അമേരിക്കയുടെ രാഷ്ട്രീയ പദ്ധതികളെ ചെറുക്കുന്നവരായി മാറണം. നമ്മുടെ ലോകത്തുണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും നമുക്കറിയാം. ഈ യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം വിഷമിച്ചു. കാരണം എന്താ?
ഇറാൻ പറഞ്ഞു, ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ ഈ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ 19 മിലിറ്ററി കേന്ദ്രങ്ങളുണ്ട്. ആ മിലിറ്ററി കേന്ദ്രങ്ങളിൽ 40,000 പട്ടാളക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഞങ്ങൾ ആക്രമിക്കും. ഏതൊക്കെയത്? കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ മുതലായ രാജ്യങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. എന്താ ആ രാജ്യത്തിന്റെ പ്രത്യേകത? ആ രാജ്യത്തിന്റെ പ്രത്യേകത 90 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. $40 ബില്യൺ ഓരോ വർഷവും അവിടുന്ന് വരുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു ശതമാനം വരുന്ന പ്രദേശം, ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ ജോലി ചെയ്യുന്ന പ്രദേശം. ഈ പ്രദേശത്ത് സംഘർഷം ഉണ്ടായാൽ ഈ ജനങ്ങൾ മുഴുക്കെ ഇന്ത്യയിലേക്ക് വരും. ആരവരെ സംരക്ഷിക്കും? ഈ യുദ്ധമുണ്ടാകുന്ന സന്ദർഭത്തിൽ പശ്ചിമേഷ്യ സംഘർഷ ഭൂമിയായാൽ നമുക്കറിയാം, 90% എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതിൽ നല്ല ശതമാനം പശ്ചിമേഷ്യയിൽ നിന്നാണ് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഇവിടെ എണ്ണ കിട്ടാതിരുന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഹോർമുസ് കടലെടുക്ക്, ഈ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ വരുന്ന ഒരു പ്രധാനപ്പെട്ട കടലെടുക്കാണ് ഹോർമുസ് കടലെടുക്ക്, ഞങ്ങളത് അടയ്ക്കും എന്ന് പറഞ്ഞാൽ എണ്ണ വരില്ല. എണ്ണ വന്നില്ലെങ്കിൽ നമ്മുടെ വികസന പദ്ധതികൾ, നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വില എവിടെ ചെന്ന് നിൽക്കും? അപ്പൊ ഈ തരത്തിൽ ലോകത്തിന്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പനാണ്, ഈ തെമ്മാട് രാജ്യങ്ങളുടെ തലതൊട്ടപ്പനാണ് അമേരിക്ക. ആ അമേരിക്കയുടെ സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗങ്ങളാണ് ഇതെല്ലാം. നമ്മൾ മനസ്സിലാക്കണം, ഈ വെടിനിർത്തൽ കരാറിലൂടെ തീരാൻ പോകുന്നതല്ല യുദ്ധം. ഈ അമേരിക്കയ്ക്ക് ഇനിയും ചെയ്യേണ്ട യുദ്ധങ്ങൾ പലതുമുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ റഷ്യക്കെതിരായും ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ചൈനയ്ക്കെതിരായിട്ടും. അവിടേക്കുള്ള യാത്രയാണിതെല്ലാം. അവിടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് സൗത്ത് ചൈന കടലിൽ ഒരുപാട് സേനകളെ വിന്യസിച്ചിരിക്കുന്നത്, കപ്പലുകളെ വിന്യസിച്ചിരിക്കുന്നത്. ബൈഡൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നതിന്റെ കാര്യം, അഫ്ഗാനിസ്ഥാനൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളുടെ വിഷയം ചൈനയാണ്. ചൈന ഞങ്ങൾക്കെതിരെ വലിയ വെല്ലുവിളിയായി മാറുന്നു. അതുകൊണ്ട് ചൈനയെ ഞങ്ങൾക്ക് നേരിടണം, റഷ്യയെ നേരിടണം. ഈ ചൈനയും റഷ്യയെ നേരിട്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ആഗോളതലത്തിലുള്ള അധീശത്വം നേടാൻ കഴിയൂ. സ്പിഗ്നി ബ്രസൻസ്കി ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ പോലെ, നിങ്ങൾ റഷ്യയെ ഇല്ലാതാക്കൂ, റഷ്യയെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് ചൈനയെ ഇല്ലാതാക്കാം, സിറിയ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് ഇറാനെ ആക്രമിച്ച് ഇല്ലാതാക്കാം എന്ന് പറയുന്നത് പോലെ, റഷ്യ ഇല്ലാതാക്കിയാൽ, ഇറാനെ ഇല്ലാതാക്കിയാൽ നിങ്ങൾ അവിടെ പിടിച്ചടക്കി കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് റഷ്യ ഇല്ലാതാക്കാം, പിന്നെ ചൈന ഇല്ലാതാക്കാം. അങ്ങനെ ആഗോളതലത്തിലുള്ള മേധാവിത്വം 21-ാം നൂറ്റാണ്ട് അമേരിക്കയുടെ സെഞ്ചുറിയാക്കി മാറ്റാം, നൂറ്റാണ്ടാക്കി മാറ്റാം. ഇതിനുള്ള ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ്, വലിയ പദ്ധതിയുടെ ഭാഗമാണിത്. അതുകൊണ്ട് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തലോട് കൂടിയിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇനി ഉണ്ടാകില്ല എന്നോ മറ്റു യുദ്ധങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം സദസ്സുകൾ വളരെ വളരെ കുറച്ചാളുകളെ ഉള്ളെങ്കിലും നിരന്തരമായി ഈ പ്രശ്നങ്ങളെ ഗൗരവമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും കഴിയാവുന്ന തരത്തിലെല്ലാം പ്രതിരോധം തീർക്കുകയും വേണം. പലസ്തീനിൽ നടക്കുന്ന വംശഹത്യക്കെതിരായിട്ടുള്ള പ്രതിരോധങ്ങൾ, പ്രചരണങ്ങൾ അതിശക്തമായി നടത്തണം. കാരണം കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഒരു ഭരണകൂടവും മനുഷ്യരാൽ നയിക്കപ്പെടുന്ന ഭരണകൂടമല്ല എന്ന തിരിച്ചറിവ് ലോകത്തൊട്ടാകെ പടർത്തണം. അതോടൊപ്പം ഇവരുടെ വ്യാജമായ പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങളെ അതിൻ്റെ കൊമ്പൊടിക്കുവാനും നമുക്ക് കഴിയണം. അതിന് ഇത്തരം പഠനങ്ങളും സെമിനാറുകളും തീർച്ചയായും സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാമ്രാജ്യത്വ വിരുദ്ധ, യുദ്ധവിരുദ്ധ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.